ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. അപ്പോൾ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ജനുവരി പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ആദ്യം മുതലേ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ആഗ്രഹത്തിനൊത്തല്ല ഒന്നും പോകുന്നത് എന്നുള്ളത് കൊണ്ടും സാഹചര്യത്തിൻ്റെ കുറച്ച് സമ്മർദ്ദം മൂലം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായി നിങ്ങളുടെ ബിസിനസ്സും പരിപാടികളും ഒന്നും അറിയുന്നുമില്ല. ആരും മെസ്സേജ് കാര്യങ്ങളൊന്നും നോക്കാനോ റിപ്ലൈ കൊടുക്കാനോ ഒന്നും ഒരു ടൈം കിട്ടിയിരുന്നതും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. പുറകിൽ കഴിഞ്ഞൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കയറും അതുപോലെ തന്നെ ഹാങ് ചെയ്യാൻ ഇട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തവണ ഞാനതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു സെറ്റപ്പോട് കൂടിയിട്ടൊക്കെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണം. ഈ റൂമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതെന്നാണ്. ഒന്നും നടന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ, പിന്നെ ഒത്തിരി പേര് ന്യൂ ഇയർ വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. ഒത്തിരി മെസ്സേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുത്ത് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഒന്നും വിചാരിക്കരുതേ, സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റാണ്ടിരുന്നത്. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഒരു Q&Aയിൽ തുടങ്ങാം. ഒരുപാട് ഡൗട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യം മുതലുള്ളവർക്ക് ഒത്തിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം. എന്നാലും കുറേ കുട്ടികളും കൂടി ഇപ്പോൾ പുതുതായിട്ട് അല്ലെങ്കിൽ കുറേ കൂട്ടുകാരും കൂടെ നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ Q&A സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒത്തിരിയും പേരുടെ ഒരു ഡൗട്ടൊന്നും ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, എന്തിനാണ് ക്യാൻവാസിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ എന്താണ് ക്യാൻവാസിൻ്റെ ഷീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാൻവാസിൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹെയർ ബോയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഹെയർ ബോയിൽ ഇപ്പോൾ ഇതാണ് ഒരു ഹെയർ ബോ എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഫ്ലവർ വയ്ക്കുന്ന സമയത്ത് അടിഭാഗത്തൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ഇതിന്ന് ആ ഫ്ലവർ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ്. അതിനെയാണ് ക്യാൻവാസിൻ്റെ ഷീറ്റ് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലായിടത്തും ഇത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. നമുക്ക് ആ ഒരു സാധനം റൗണ്ട് ഷേപ്പിൽ അങ്ങനെ തന്നെ പാക്കറ്റ് മേടിക്കാനായിട്ട് കിട്ടും. പക്ഷേ നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നത് നമ്മൾ നോർമലി ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. ഓക്കെ, അതും ഉപയോഗിക്കാറുണ്ട്. പിന്നെ പേപ്പർ ക്യാൻവാസ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും, അതും യൂസ് ചെയ്യാറുണ്ട്. മുന്നെയൊക്കെ ഞാൻ പേപ്പർ ക്യാൻവാസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരിയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റും സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ടിൻ്റെയും ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ ഷീറ്റായിരുന്നു അത് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതി എന്ന് പറയുന്നത് അതിന് തീരെ കട്ടി പോരാന്നുള്ളതാണ്. ശരിക്കും ആ ഒരു കട്ടി മതി കേട്ടോ. നമുക്കത് കട്ട് ചെയ്ത് ഒട്ടിച്ച് നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണിലോട്ടാണ് അത് സ്റ്റിക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അത് നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും, നന്നായിട്ട് കട്ടി അതിന് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, അപ്പോൾ അതറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നുണ്ടാവുന്നത്, അതിന് കട്ടി കുറവാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലി ചുരിദാറിൻ്റെ കഴുത്ത് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ക്യാൻവാസിൻ്റെ ഷീറ്റ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഏത് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്യാം കേട്ടോ. ഇളകി പോരാത്ത ഒട്ടുന്ന ഏത് പശയും നമുക്ക് ഹെയർ ആക്സസറീസ് ബിസിനസ് അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് B7000 ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ, പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ബോയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പശയാണ്. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. ഫെവി ബോണ്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഫെവി ബോണ്ട് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഫെവി ബോണ്ട് ഒട്ടുന്ന ഒരു പശയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കുന്നൊരു കാര്യം ഗ്ലൂ ഗണ്ണാണ്. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉപയോഗിക്കണം. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഗ്ലൂ ഗൺ നമുക്ക് ഡയറക്റ്റ് ബോയിലോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോരും. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നല്ല ചൂടായതിന് ശേഷം നമ്മളത് ആ ഒരു ഗ്ലൂ നമ്മൾ ഇപ്പോൾ ഒരു ബോയുടെ മുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തല്ല ഒട്ടിക്കേണ്ടത്. അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് എന്താണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അത് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി പോരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ആ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും
ഈ ഒരു ചൂട് എന്ന് പറയുന്ന ആ ഒരു ഹോട്ട് ഗൺ ആണല്ലോ, ആ ഒരു ചൂട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് ഒട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറന്നു പോകണ്ട, ഗ്ലൂ ഗൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിൻ്റെ ഷീറ്റ് കൂടി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ B7000 ഗ്ലൂ വാങ്ങിക്കുന്നവരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് പെട്ടെന്ന് ഒട്ടുന്നില്ല എന്നുള്ള കാര്യം. അത് പെട്ടെന്ന് ഒട്ടത്തില്ല കേട്ടോ. മറ്റുള്ള ഗ്ലൂ പോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്താൽ ഉടനെ അതവിടെ ഒട്ടിപ്പിടിക്കത്തില്ല. ജസ്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോഴേക്കും അത് ഒട്ടിക്കോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട്, ഇപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ്, എനിക്ക് ഈ ബോയുടെ എൻഡിങ് ആണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ഒട്ടിക്കോളും. നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ക്യാൻവാസിൻ്റെ ഷീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഡയറക്റ്റ് ബോയിലോട്ട് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ക്യാൻവാസിൻ്റെ ഷീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും, അതൊരു നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ ഒരു ഭംഗി നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഉണ്ടാകത്തില്ല. പിന്നെ ഇളകി പോരാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇപ്പോൾ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട്, ഇതേപോലെ സാറ്റിൻ്റെ റിബൺ അറിയാലോ, ഇതുപോലെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതായാലും ഇത് ഗ്രോസ് ഗ്രെയിൻ റിബണാണ്, നമ്മുടെ ഓർഗൻസ റിബൺ, ഏത് വെച്ചിട്ടായാലും ചെയ്തതായാലും നമ്മൾ ബോയിൽ ഇട്ട് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അടിഭാഗം നിങ്ങൾക്ക് കുറച്ച് നീറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റ് അടിഭാഗത്തുനിന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട, ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇളക്കി പോവില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ ബണ്ണൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതായത് കണ്ടോ, ഈ ഫ്ലവറുമായിട്ട് ഞാൻ ഈ ബണ്ണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. നമുക്കിത് കണക്കത്തേക്ക് സംഭവങ്ങൾ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് നടക്കും കേട്ടോ. പിന്നെ ഉള്ളത്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി അതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുള്ള ആൻസേഴ്സൊക്കെ ഞാൻ പറയാം. കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ്. പിന്നെ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, എങ്ങനെ വിലയിടാം, എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് റിപ്പീറ്റായിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ പുതുതായിട്ട് വരുന്ന ആൾക്കാരായിരിക്കാം ചോദിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടെൻഷൻ എടുക്കാണ്ട്, അല്ലെങ്കിൽ ഒത്തിരി മുതൽ മുടക്ക് വേണ്ടാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിസിനസ് തന്നെയാണ് ഹെയർ ആക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു കേസ് ഞാൻ പറയാം കേട്ടോ. ഏതാണ്ട് 2 വർഷത്തിന് മുകളിലായി ഞാൻ ഈ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയിട്ട്. അല്ലാണ്ട് ഇത് ഒത്തിരി നാളുകൾക്ക് മുന്നേ, എൻ്റെ ഒരു 60 വെച്ച പ്രായം മുതൽ തന്നെ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ കണ്ടു തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞു കേട്ടോ. അന്ന് മുതൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസംബർ തൊട്ടിട്ട്, അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് തൊട്ടിട്ട്, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ കുറച്ച് മോക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടും, പിന്നെ കുറച്ച് അല്ലാണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മെൻ്റലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് അധികം ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ, നമ്മുടെ വീഡിയോ കുറച്ച് നന്നായിട്ട് എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ആ ഒരു എൻ്റെ ഈ ഇത്രയും ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നാളുകൾക്കിടയിൽ ഏറ്റവും ഡൗൺ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബിസിനസ് മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു 2 മാസങ്ങളായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തന്നെ അറിയാം, ഞാൻ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എത്രത്തോളം അതിന് പരിശ്രമിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ടൈം അതിന് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒത്തിരിയും പേര് പരാതി പറയുന്നതാണ്, ഇത്ര നമുക്ക് സെയിലില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെ സെയിൽ ചെയ്യണം എന്ന് അറിയത്തില്ല എന്നുള്ള കാര്യം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം സെയിൽ ചെയ്യാൻ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. ഇപ്പോൾ ഒത്തിരിയും പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, പക്ഷേ അതിലൊന്നും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതല്ല, നമ്മൾ പരിശ്രമിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ വ്യൂസും കാര്യങ്ങളും നോക്കിയാൽ അറിയാം, പഴയ വീഡിയോസിനുണ്ടായിരുന്ന വ്യൂസും ഇപ്പോഴത്തെ വ്യൂസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം
ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് വീഡിയോസ് ഇടുന്നോ, എത്രത്തോളം നമ്മുടെ വീഡിയോസ് നന്നാക്കുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റുകൾ നന്നാക്കുന്നോ, അത്രത്തോളം നമുക്ക് വ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ സെയിൽ ഉണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അത് 101% ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത്രയും നാളുകൾ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് 2 മാസം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെ ഇവിടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് പോകാമെന്നല്ലാണ്ട് സീരിയസ് ആയിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനൊരു ടൈം ഉണ്ടായിരുന്നില്ല. ടൈം ഇല്ലാത്തതല്ല, ടൈം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മനസ്സ് വരണമല്ലോ. വീഡിയോ എടുക്കലും നിങ്ങളോട് ഈ സംസാരിക്കാനും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നൊരു മനസ്സും കൂടിയാണല്ലോ. അതിൽ കുറച്ച് ഞാൻ ഡൗൺ ആയിരുന്നത് കൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടില്ല. അതെൻ്റെ മാത്രം തെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, എത്രത്തോളം ടൈം നിങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. ഞാനതുപോലെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. പേഴ്സണലി മെസ്സേജ് ഞാൻ അയക്കുന്നുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞുതരാം. പിന്നെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇൻഷാ അള്ളാ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ന്യൂ ഇയർ അല്ലേ, ഇത് ഓഫറൊന്നും ഇല്ലേ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 31 വരെ ഉള്ള ഒരു ഓഫറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര നമുക്ക് ഈ ഒരു സമയത്ത് പൈസ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അടുത്ത മാസത്തേക്കേ പറ്റുള്ളൂ, മാറ്റി വെക്കാവൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും കുറച്ച് മെസ്സേജസ് കണ്ടു കേട്ടോ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ വീഡിയോസൊക്കെ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ, അപ്പോൾ ആ ഒരു റേറ്റിൽ സാധനങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ ശരിയാണ്, എൻ്റെ വീഡിയോ പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു റേറ്റിൽ ഒരു കുറച്ച് നാളത്തേക്കും കൂടെ മാറ്റം വരുത്തണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റിൽ അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ബിസിനസ് എന്നുള്ളതിന് അപ്പുറം നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ, മക്കൾക്കും നമുക്കും. അത് വെച്ചിട്ട് പോകുമ്പോൾ ആൾക്കാരോ അത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അത് ഭയങ്കര വലുതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ അക്സസറീസ് എങ്കിലും നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് രൂപയുടെ സാധനം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ അത് വെച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ടൈം പാസോ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നതേ നമുക്കൊരു വരുമാനത്തിലുപരി കുറേ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. മൈൻഡ് റിലീഫും കൂടിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.